അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ സ്ത്രീയല്ല പുരുഷൻ. ട്രാക്ക് സൂട്ട് ഇടുമ്പോൾ അവളുടെ 9 ഇഞ്ച് വരുന്ന പുരുഷ ജനനേന്ദ്രിയം താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള ചിത്രം നിരവധിയുണ്ട്. ബരാക് ഒബാമ സ്വവർഗരതിക്കാരനാണെന്നും ഒബാമയുടെ ഭാര്യ മിഷേൽ പുരുഷനാണെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഇലോൺ മസ്കിന്റെ പിതാവ് ഇറോൺ മസ്ക്. US മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമ സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനാണെന്നാണ് ഇറോൺ മസ്കിന്റെ ആരോപണം. അതായത് ഒബാമ വിവാഹം ചെയ്ത മിഷേൽ പുരുഷനാണ്, പുരുഷ വേഷം ധരിച്ച സ്ത്രീയാണ്. വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ധനവാൻ ഇലോൺ മസ്കിന്റെ പിതാവ് ഇറോൺ മസ്ക് ആണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു ആരോപണം നടത്തിയിരിക്കുന്നത്. അടുത്തിടെ US മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമയുടെ ലിംഗഭേദത്തെക്കുറിച്ച് നിരവധി ചർച്ചകളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇറോൺ മസ്ക് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അടുത്തിടെ US മുൻ പ്രഥമ വനിതാ മിഷേൽ ഒബാമയുടെ ലിംഗഭേദത്തെക്കുറിച്ച് ചർച്ചയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഇറോൺ മസ്ക് ജോഷോ റൂബിനുമായി വൈഡ് അവേക്ക് പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിപ്പോയ പോഡ്കാസ്റ്റർ ആകട്ടെ മിഷേൽ ഒബാമ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുകയായിരുന്നു. തീർച്ചയായും നിങ്ങൾക്കത് അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. അതായത് ബരാക് ഒബാമ സ്വവർഗ അനുരാഗിയാണെന്ന് 2014 ഹാസ്യനടൻ ജോൺ റിവേഴ്സ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നുവെന്നും ഇറോൺ മസ്ക് വ്യക്തമാക്കി. എന്നാൽ 2 ആഴ്ചയ്ക്ക് ശേഷം ആ ഹാസ്യനടൻ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ആരോ കൊല്ലുകയോ ചെയ്തു, കൊന്നുകളഞ്ഞതായിരിക്കാമെന്നും ഇറോൺ മസ്ക് പറയുകയാണ്. ഇത്തരത്തിൽ വിചിത്രമായ അവകാശവാദം ഉന്നയിച്ച ഏതാനും ആഴ്ചകൾക്ക് പിന്നാലെ മസ്തിഷ്കാഘാതം കാരണം 2014 സെപ്റ്റംബർ 4 ഹാസ്യനടൻ ജോൺ റിവേഴ്സ് മരണപ്പെടുകയായിരുന്നു. എന്തായാലും മിഷേൽ ഒബാമ ഒരു പുരുഷനാണെന്ന് വ്യക്തമായും ട്രാക്ക് സൂട്ടിൽ അവളുടെ 9 ഇഞ്ച് പുരുഷ അവയവം താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന അവളുടെ ചിത്രങ്ങൾ അവരുടെ പക്കലുണ്ട് എന്നും ഇറോൺ മസ്ക് പറയുകയാണ്. ബരാക് ഒബാമയും മിഷേലും 1989 ഒരു നിയമസ്ഥാപനത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. അവർ 1992 വിവാഹിതരായി. തന്റെ മകൻ എലോൺ മസ്ക് ഒരു നല്ല പിതാവല്ലെന്നും നല്ലൊരു പിതാവിന്റെ ലക്ഷണമൊന്നും അവനില്ല എന്നും ഇറോൺ മസ്ക് ഇവിടെ തുറന്നു പറയുകയാണ്. അതായത് ടെസ്ല CEO തന്റെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് വലിയ തോതിൽ വിട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പണത്തിന്റെ അധികപ്പറ്റിൽ അവൻ മക്കളെ സ്നേഹിക്കുന്നത് മറന്നു പോകുന്നുണ്ടെന്നും അവനെ ഞാൻ ഇങ്ങനെയല്ല വളർത്തിയതെന്നും ഞാനിത് പറയുന്നത് കേട്ടാൽ എലോൺ മസ്ക് എന്നെ വെടിവെക്കുമെന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തായാലും ഞാനത് കരുതുന്നു എന്നായിരുന്നു പിതാവ് ഒരു ചിരിയോടുകൂടെ തന്നെ ഇത് വെളിപ്പെടുത്തിയത്. എലോൺ മസ്ക് വളരെ സമ്പന്നനാണ്. ഓരോ സ്ത്രീയിൽ 5 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഓരോന്നിനും ഒരു നാനി ഉണ്ടായിരുന്നു. ഇത് ശരിക്കും വിചിത്രമായ ഒരു സാഹചര്യമായിരുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ എലോൺ മസ്ക് തന്റെ പിതാവിനെ ദുഷ്ടനെന്നും ഭയങ്കരനായ മനുഷ്യനെന്നും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ബരാക് ഒബാമയുടെ ഭാര്യയുമായിട്ടുള്ള ഈ ലിംഗഭേദത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം കൂടി ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം 2014 ഹാസ്യതാരം ജോൺ റിവേഴ്സ് മിഷേലിന്റെ ലിംഗഭേദത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു എന്നാണ്. അതിൽ തന്നെ അദ്ദേഹം പരസ്യമായി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജോൺ റിവേഴ്സ് എന്ന് പറയുന്ന ഹാസ്യതാരം അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞതിന് പിന്നാലെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയും ചെയ്തു എന്നാണ്. അതായത് ജോൺ റിവേഴ്സിനെ കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് പൊതുവായ ഒരു അറിവാണെന്നും നിങ്ങൾക്കത് എവിടെയും നോക്കാമെന്നും ഇറോൺ മസ്ക് പറയുകയാണ്. മാത്രമല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദത്തിന് തെളിവുകളൊന്നുമില്ല എന്നും അദ്ദേഹം ഇപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ബരാക് ഒബാമയും മിഷേലും 1989 ഒരു നിയമസ്ഥാപനത്തിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും 1992 വിവാഹിതരെ ഇരുവർക്കും മാലിയ സാഷ എന്നിങ്ങനെ 2 കുട്ടികളുണ്ട് എന്ന വിവരങ്ങളടക്കമാണ് നിലവിൽ റിപ്പോർട്ടുകളുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.